എവിടെ പോന്നു ഋതു? അംഗൻവാടിയിൽ സാധനം മേടിക്കാൻ പോകുന്നു. അമൃതം പൊടിയാണെന്ന് പറഞ്ഞു. അമൃതം പൊടിയും മേടിച്ചിട്ട് വരാം. ചേട്ടാ ഇന്ന് ചേട്ടൻ വന്ന്. ഋതുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം ചേട്ടൻ വന്നുകൊണ്ട്. ഋതു അയ്യോ മുടി പൊഴിയുന്നടി. അതിരിക്കുട്ടിനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിരിക്കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവളെ വലിച്ചു പറിച്ച് എടുത്തില്ലെങ്കിൽ അവനൊരു സമാധാനമില്ല. നല്ലത് കൊടുക്കും കേട്ടോ ഋതുക്കുട്ടി അവന്. ഇപ്പം ഈ സ്നേഹത്തോടെ ഇരിക്കുന്ന ആങ്ങളും പെങ്ങളും ഇല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നോക്കണം. എപ്പോഴാണ് അടി മേടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതിരിക്കുട്ടന്. ഋതു ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ ചേട്ടന്. ഇഷ്ടം വയറ്റിലൊക്കെ 2 കടിയൊക്കെ ഞാൻ കൊടുക്കും. കുട്ടിയുടെ ചെരുപ്പ് അങ്ങ് അഴിഞ്ഞു പോയി. ആണ്ടെ ഋതുക്കുട്ടി ചെരുപ്പ് ഇടുകയാണ്. ഇത് പെട്ടെന്ന് ഇട് ചെരുപ്പ്. ഋതുക്കുട്ടിയുടെ അങ്ങനോട്ടായിട്ട് പോകുന്ന വഴി. ഒരു ചെരുപ്പിട്ട് വന്ന് 2 കൂടെ. പയ്യപ്പോ അങ്ങനെ നമ്മൾ ഋതുക്കുട്ടിയുടെ അംഗനവാടിയിൽ എത്തി. ടീച്ചർ പോയായിരുന്നു. കടക്കുന്നോ? കുട്ടി അങ്ങനെ ചെന്ന പാടെ തന്നെ അവിടെ നിന്ന് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ചേട്ടനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരുടെ കയ്യിലും കൊണ്ട് കൊടുക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ടീച്ചർ കൂരോ കാച്ചി എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋതുക്കുട്ടിയും കിട്ടി. ഋതുക്കുട്ടി അങ്ങനെ എൻ്റെ കൊണ്ട് തരുന്നുണ്ട്, അമ്മ ഇന്നാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളുടെ അമൃതം പൊടി ഋതുക്കുട്ടിയുടെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് ഓരോന്നായിട്ട് ഋതുക്കുട്ടി കവറിൽ പറക്കി ഇടുന്നുണ്ട്. അങ്ങനെ ഋതുക്കുട്ടി അമൃതം പൊടിയുടെ കൂട്ടത്തിൽ അവിടെ കിടന്ന പുരിയും സിംഹവും ഒക്കെ പറക്കി കവറിലിടുന്നുണ്ട്. കൊണ്ടുവന്നിട്ടില്ല നമ്മൾ. അമൃതം പൊടി മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഋതുക്കുട്ടി ഒരു സൈഡിൽ കൂടെ കൊണ്ടിടുകയും ചെയ്യുന്നുണ്ട്. അതൊരു ചേട്ടൻ അപ്പുറത്തെ സൈഡിൽ കൂടെ അത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പേരെന്താ? അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഋതുക്കുട്ടി ചേട്ടന്മാർക്ക്